അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇല്ലുസ്ട്രേഷൻ 1 ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇല്ലുസ്ട്രേഷൻ 1 നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി നിങ്ങൾ സെൽഫായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന്റെ ഇല്ലുസ്ട്രേഷൻ 2ലേക്ക് ഒന്ന് പോവാം. ഇല്ലുസ്ട്രേഷൻ 2ൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ദ ഫോളോയിങ് errors were found in the books of Ram, Prasad and Sons. Give the necessary entries to correct them. അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ജേർണൽ എൻട്രീസ് തരാനാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഫസ്റ്റ് എൻട്രി എന്താണ്? 500 പെയ്ഡ് ഫോർ ഫർണിച്ചർ പർച്ചേസ്ഡ് ഹാസ് ബീൻ ചാർജ്ഡ് ടു ഓർഡിനറി പർച്ചേസ് അക്കൗണ്ട്. അപ്പൊ ഫർണിച്ചർ പർച്ചേസ് ചെയ്തത് എന്തായി? ഓർഡിനറി പർച്ചേസ് അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്തത്? കാണിച്ചത് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ജേർണൽ എൻട്രി, നമുക്ക് റെക്ടിഫിക്കേഷൻ എൻട്രി നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? അപ്പോ അവർ എന്ത് എൻട്രിയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ മെയ്ഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ നോക്കണം. അത് എന്താണ് നമ്മളോട് പറയണത്? ഓർഡിനറി പർച്ചേസ് ആയിട്ട് കാണിച്ചു എന്നാണ് പറയണത്. പർച്ചേസ് ഓർഡിനറി പർച്ചേസ് ആയിട്ട് കാണിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ പർച്ചേസ് നടത്തുമ്പോൾ എന്തായിരിക്കും അവര് എൻട്രി മെയ്ഡ് ചെയ്തിട്ടുണ്ടാവുക? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നുള്ള എൻട്രി ആയിരിക്കും അവർ റോങ് ആയിട്ടുള്ളത്. കറക്റ്റ് എൻട്രി എന്താണ്? ഫർണിച്ചർ ആണ് പർച്ചേസ് ചെയ്യുക. അപ്പൊ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ആണെന്ത് ആക്ച്വൽ ആയിട്ടുള്ള എൻട്രി വരേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കുക, ബാങ്കിന് രണ്ടിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ബാങ്ക് എന്ത് ചെയ്യൂല? റെക്ടിഫിക്കേഷൻ എൻട്രിയിൽ എന്ത് വരില്ല? ബാങ്ക് വരില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് ഫർണിച്ചറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതിന് ഇതുവരെ ഡെബിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഫർണിച്ചറിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി പർച്ചേസിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു? ഡെബിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? എൻട്രി ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഈ ഡെബിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. അപ്പൊ ഒരു ഡെബിറ്റിനെ റിവൈസ് ചെയ്യാൻ മീൻസ് അതിനെന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എന്താണ്? ടു പർച്ചേസ് അക്കൗണ്ട്. അപ്പൊ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട് എന്നായിരിക്കും ഫസ്റ്റത്തെ ജേർണൽ എൻട്രി വരിക. ദെൻ സെക്കൻഡ് വൺ, റിപ്പയർ മെയ്ഡ് വർ ഡെബിറ്റ് ടു ബിൽഡിംഗ് അക്കൗണ്ട്. റിപ്പയർസ് ചെയ്തത് എവിടേക്ക് ഡെബിറ്റ് ചെയ്തു? ബിൽഡിംഗിലേക്ക് ഡെബിറ്റ് ചെയ്തു. അപ്പൊ റിപ്പയർസ് മെയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റവന്യൂ നേച്ചറിലുള്ളതാണ്. അപ്പൊ റിപ്പയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ആണ് വരേണ്ടത്. പക്ഷെ അവർ എന്ത് എൻട്രിയാണ്? ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞ എൻട്രിയാണ് മെയ്ഡ് ചെയ്തത്. അപ്പൊ എന്തായിരിക്കും കറക്റ്റ് എൻട്രി? എന്തായിരിക്കും? റിപ്പയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ഏതാണ്? ബിൽഡിംഗ് അല്ലേ? റിപ്പയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽഡിംഗ് എന്നുണ്ടാവും. നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ഓക്കെ, റിപ്പയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽഡിംഗ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ തേർഡ് വൺ എന്താണ് പറയുന്നത്? അൻ എമൗണ്ട് ഓഫ് ₹100 വിഡ്രോൺ ബൈ പ്രൊപ്പറേറ്റർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ഹാസ് ബീൻ ഡെബിറ്റഡ് ടു ട്രേഡ് എക്സ്പെൻസ് അക്കൗണ്ട്. പേഴ്സണൽ യൂസിന് വേണ്ടി എമൗണ്ട് വിഡ്രോ ചെയ്തു. എന്താണ് എൻട്രി? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ആണ് എന്ത്? ജേർണൽ എൻട്രി. പക്ഷെ അവരെന്താ ചെയ്തിട്ടുള്ളത്? ട്രേഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് പറയുന്ന ജേർണൽ എൻട്രി ഇട്ടു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിന്റെയും ബാങ്ക് പോകുന്നു. അപ്പൊ ബാങ്കിന് അടുത്തേക്ക് വരില്ല. അപ്പോൾ ഡ്രോയിങ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണമായിരുന്നു. അപ്പൊ ഡ്രോയിങ്സിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ട്രേഡ് എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ അതിനെ റിവൈസ് ചെയ്യണം. എന്തുണ്ടാവും? ട്രേഡ് എക്സ്പെൻസ്. അതെന്തായിരിക്കും? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡ് എക്സ്പെൻസ് എന്നായിരിക്കും ജേർണൽ എൻട്രി വരിക. ദെൻ 100 പെയ്ഡ് ഫോർ ഇവന്റ് 100 പെയ്ഡ് ഫോർ റെന്റ് ഡെബിറ്റഡ് ടു ലാൻഡ് ലോഡ് അക്കൗണ്ട്. എന്താണ്? റെന്റ് പെയ്ഡ് ചെയ്തു. റെന്റ് പെയ്ഡ് ചെയ്യുമ്പോൾ എന്താണ്? റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ആണ് ഈ ജേർണൽ എൻട്രി വരുന്നത്. പക്ഷെ ലാൻഡ് ലോഡ് അക്കൗണ്ടിലേക്കാണ് മാറ്റി. ഇപ്പൊ ലാൻഡ് ലോഡ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ആണ് ജേർണൽ എൻട്രി എഴുതിയത്. അപ്പൊ അതിന് റെക്ടിഫിക്കേഷൻ എൻട്രി എന്തായിരിക്കും? റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലാൻഡ് ലോഡ് അക്കൗണ്ട് ആയിരിക്കും എന്ത് ഉണ്ടാവുക? അതിന്റെ റെക്ടിഫിക്കേഷൻ എൻട്രി വരിക. ഞാൻ ഓരോന്നും എഴുതി ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ദെൻ സാലറി 125 പെയ്ഡ് ടു ക്ലർക്ക് ഡ്യൂ ടു ഹിം ഹാസ് ബീൻ ഡെബിറ്റഡ് ടു ഹിസ് പേഴ്സണൽ അക്കൗണ്ട്. സാലറി പെയ്ഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്? സാലറി ടു ബാങ്ക് ആണ് ജേർണൽ എൻട്രി വരേണ്ടത്. പകരം എന്ത് ചെയ്തു? ആ ക്ലർക്കിന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ക്ലർക്കിന്റെ പേഴ്സണൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞ ജേർണൽ എൻട്രി വന്നു ചെയ്തു. അപ്പൊ രണ്ടിടത്തും ബാങ്കിന് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബാങ്ക് ഇതിൽ വരില്ല. സാലറി എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്ലർക്കിന്റെ പേഴ്സണൽ അക്കൗണ്ട്. ഓക്കെ, ക്ലർക്ക് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു വരും. ആ ക്ലർക്കിന്റെ പേരായിരിക്കും. പക്ഷെ ഇവിടെ പേര് പറഞ്ഞിട്ട് അപ്പൊ ക്ലർക്ക് പേഴ്സണൽ അക്കൗണ്ട് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ദെൻ 100 received from ഷാ ആൻഡ് കോ ഹാസ് ബീൻ റോങ്ലി എൻറ്റേർഡ് ഹാസ് ഫ്രം ഷോ ആൻഡ് കോ. ഷാ ആൻഡ് കോന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഷാന്റെ കൈന്റെ അക്കൗണ്ടിൽ നിന്ന് റിസീവ് ചെയ്ത എമൗണ്ട് നമ്മൾ ഷോ ആൻഡ് കോ എന്ന് പറഞ്ഞിട്ട് മാറി എഴുതിപ്പോയി. അപ്പൊ എന്താണ് കറക്റ്റ്? എന്താ എഴുതേണ്ടത്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷോ ആൻഡ് കോ എന്നാണ് എഴുതേണ്ടത്. പക്ഷെ എന്തായി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷാ ആൻഡ് കോ എഴുതി. അപ്പൊ ഷാ ആൻഡ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഷാ അക്കൗണ്ട് ഡെറ്റർ ടു ഷോ ആൻഡ് കോ എന്നായിരിക്കും എന്തുണ്ടാവുക? ജേർണൽ എൻട്രി വരുന്നുണ്ടാവുക. ഓക്കെ,
നിങ്ങൾ ഞാനിത് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ പൗസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ബാക്ക് എടുത്ത് വന്നിട്ട് എന്ത് ചെയ്യുക, കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടും. ഞാൻ ഒരുപാട് ടൈം ഇതിന് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ബോറിംഗ് ലാഗിങ് ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ ഫാസ്റ്റ് ആയിട്ട് പറയുന്നത്. നമ്മൾ ഓൾറെഡി കൺസെപ്റ്റുകൾ നമ്മൾ ആദ്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോയിൽ. അത് കാണാത്തവരത് പോയിട്ട് കാണണം. ഓക്കെ, ദെൻ ഇല്ലുസ്ട്രേഷൻ 2-ലെ 7th വൺ എന്താ പറയുന്നത്, 700 പെയ്ഡ് ഇൻ ക്യാഷ് ഫോർ എ ടൈപ്പ് റൈറ്റർ ഹാസ് ബീൻ ചാർജ് ടു ഓഫീസ് എക്സ്പെൻസ്. നമ്മൾ പല തവണയായിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, അത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഇല്ലുസ്ട്രേഷൻ 2-ൽ എന്തൊക്കെയാണ് പറയുന്നത്, എന്താണ്, പർച്ചേസസ് ഓഫ് ഗുഡ്സ് ഫ്രം റാം amounting to 150 has been wrongly entered through sales book. എന്താണ്, സെയിൽസ് ബുക്കിലൂടെയാണ് എന്ത് ചെയ്തത്, എൻ്റർ ചെയ്തത്. സെയിൽസ് ബുക്കിലൂടെയാണ് എന്ത് ചെയ്തത്, അത് പാസ് ചെയ്തത് എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, സെയിൽസ് ബുക്കിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുക നോക്കാം. അപ്പൊ അവർ റോങ് ആയിട്ടുള്ള എൻട്രി അവരെന്താണ് മേഡ് ചെയ്തത് നോക്കണം നമ്മൾ. റോങ് ആയിട്ടുള്ള എൻട്രി എന്താണ് മേഡ് ചെയ്തെന്ന് വെച്ചാൽ റാം അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ ആണ് അവരെന്ത് ചെയ്തത്, നോർമൽ ആയിട്ടുള്ള എൻട്രി, സോറി, അവർ റോങ് ആയിട്ടുള്ള എൻട്രി മേഡ് ചെയ്തത്. ആക്ച്വൽ ആയിട്ടുള്ള എൻട്രി എന്താണ്, പർച്ചേസ് അല്ല ചെയ്ത്, യെസ്, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു റാം ആണെന്ത് ആക്ച്വൽ എൻട്രി. എത്രയാണ് എമൗണ്ട്, എത്രയാണ്, 150 അല്ലായിരുന്നോ, 150. അപ്പൊ ഇതാണ് എന്ത് കറക്റ്റ് എൻട്രി. പക്ഷെ ഇതാണ് അവരെന്ത് ചെയ്ത് മിസ്റ്റേക്ക് ആയിട്ട് അവരെന്ത് ചെയ്തത് എൻട്രി വരുത്തിയത്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മുമ്പത്തെ എല്ലാത്തിലും എന്ത് ചെയ്ത് ബാങ്കോ എന്തെങ്കിലും ഒന്ന് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ഇവിടെ ഒന്നും കറക്റ്റ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാം അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 150 ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഡെബിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, അതിനെ ക്രെഡിറ്റ് ചെയ്തു ടു റാം. എത്രയുണ്ട്, 150. ഇനി സെയിൽസ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ആക്ച്വലി അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ റിവൈസ് ചെയ്യാൻ വേണ്ടി സെയിൽസിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പൊ എന്താണ്, സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 150. ഇനി പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, പക്ഷെ ഡെബിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, റെക്ടിഫിക്കേഷൻ എൻട്രിയിൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 150. ഇനി റാം അക്കൗണ്ടിനെ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ ഡെബിറ്റ് ചെയ്തില്ല. അപ്പൊ ഇവിടെ ഒരു 150 ഡെബിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതെന്താണ്, മുമ്പ് നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്യാനുള്ളതിനെ കൊണ്ടുപോയി ക്രെഡിറ്റ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ റിവേഴ്സിലാണ് 150 വന്നിട്ടുള്ളത്. നമ്മൾ ആക്ച്വൽ ആയിട്ടുള്ള ക്രെഡിറ്റ് എന്ത് ചെയ്യണം, വീണ്ടും വരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ടു റാം എന്ന് പറഞ്ഞിട്ട് എഴുതും. അല്ലെങ്കിൽ ഈ 150 മാറ്റിയിട്ട് എത്ര എഴുതും, 300 എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പൊ കറക്റ്റ് എൻട്രി, റെക്ടിഫിക്കേഷൻ എൻട്രി എന്തായിരിക്കും, സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു റാം എന്നായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ജേണൽ എൻട്രി വരുന്നുണ്ടാവുക. ഈ സെയിം വേലാണ് അടുത്തുണ്ട്, ക്രെഡിറ്റ് സെയിൽ അമൗണ്ടിങ് ടു 150 ടു രമേശ് ഹാസ് ബീൻ റോങ്ലി പാസ്ഡ് ത്രൂ പർച്ചേസ് ബുക്ക്. അപ്പൊ നേരത്തെ നിന്ന് പർച്ചേസ് സെയിൽസ് ബുക്കിലൂടെ, ഇവിടെ എന്താണ്, സെയിൽസ് പർച്ചേസ് ബുക്കിലൂടെ ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഓൺ 31st December 2020 ഗുഡ്സ് ഓഫ് ദ വാല്യൂ of 300 were returned by Hari Saran and were taken inventory on the same date, but no entry has been passed in the books. ഇവിടെ എന്താ പറയുന്നത്, ഗുഡ്സ് റിട്ടേൺ വന്നു അല്ലെ, ഇൻവേർഡ് അല്ലെ, റിട്ടേൺഡ് ബൈ നമുക്ക് സെയിൽസ് റിട്ടേൺ വന്നു. ഈ സെയിൽസ് റിട്ടേൺ വന്ന ഗുഡ്സ് നമ്മൾ എടുത്തു വെച്ചു, അതിന് ഇൻവെന്ററി ആക്കി കൺസിഡർ ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ ഗുഡ്സ് എടുത്തു വെച്ചു. പക്ഷെ എന്ത് ചെയ്തില്ല, ഒരു എൻട്രി പാസ്, കംപ്ലീറ്റ് ഒമിഷൻ ആണ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എന്തിന്റെ എൻട്രി പാസ് ചെയ്യണം, സെയിൽസ് റിട്ടേണിന്റെ എൻട്രി പാസ് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, സെയിൽസ് റിട്ടേൺ എൻട്രി എന്താണ്, റിട്ടേൺ ഇൻവേർഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഹരിസരൺ എന്നുണ്ടാവും. ഹരിസരൺ അല്ലേ, ഓക്കെ, ഹരിസരൺ എന്നുണ്ടാവും. ഓക്കെ, ഇതായിരിക്കും ജേണൽ എൻട്രി വരിക. ദെൻ അടുത്തത് 4th വൺ എന്താണ് വരുന്നത്, an amount of 200 due from Mahesh Chand which had been റിട്ടേൺ ഓഫ് ആസ് ബാഡ് ഡെറ്റ്. മഹേഷ് ചന്ദിന്റെ അടുത്ത് നിന്ന് കിട്ടാനുള്ള 200 rupees റൈറ്റ് ഓഫ് ചെയ്തു. ഇൻ ദ പ്രീവിയസ് ഇയർ has unexpectedly recovered and bad debt and had been posted to the personal account of Mahesh Chand. അപ്പം ഇത് കഴിഞ്ഞ വർഷം അയാൾ 200 rupees തരാനുണ്ടായിരുന്നു, അത് നമുക്ക് കിട്ടൂല എന്ന് ഉറപ്പിച്ച് നമ്മൾ ബാഡ് ഡെറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. അത് ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിസീവ് ചെയ്ത സമയത്ത് അയാളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ എന്ത് എൻട്രിയാണ് അവർ റോങ് ആയിട്ട് മേഡ് ചെയ്തത്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു എന്തായിരുന്നു അയാളുടെ പേര്,
മഹേഷ് ചന്ദ് എന്നുള്ള എൻട്രിയാണ് അയാൾ മഹേഷ് ചന്ദ് ആണ് അവരെന്ത് ചെയ്തത് എൻട്രി പാസ് ചെയ്തത്. ഓക്കെ, പക്ഷേ ഇവിടെ ആക്ച്വലി എന്ത് ജേണൽ എൻട്രി ആണ് വരേണ്ടത്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്ന് പറഞ്ഞ ജേണൽ എൻട്രി ആണ് വരേണ്ടത്. ഇനി നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതില്ല, ബാങ്ക് രണ്ടിലും വന്നിട്ടുണ്ട്, അപ്പൊ അതൊന്നും വരില്ല. ഇവിടെ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു, ക്രെഡിറ്റ് ചെയ്തു, അപ്പൊ അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ മഹേഷ് ചന്ദ് ടു ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ്. ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ്. എന്തുകൊണ്ടാണ് ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്ന് എഴുതിയത്? ബാഡ് ഡെപ്റ്റ് അക്കൗണ്ടിലേക്കല്ല എഴുതേണ്ടത്, അല്ല, ബാഡ് ഡെപ്റ്റ് റിക്കവേർഡിലേക്കാണ് എഴുതേണ്ടത്. ബാഡ് ഡെപ്റ്റും ബാഡ് ഡെപ്റ്റ് റിക്കവറും കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ക്ലബ് ചെയ്യാൻ പാടില്ല. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കണം. മനസ്സിലാവുക? ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കണം. അതൊരിക്കലും ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലേക്ക് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? ഇവിടെ 200 തരാനുണ്ടായിരുന്നു, അത് ബാഡ് ഡെപ്റ്റ് ആയിട്ട് കാണിക്കുന്നതോടുകൂടി 200 തരാനുള്ള ഇവിടുന്ന് പോയി. വീണ്ടും അയാളെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? നമുക്ക് കിട്ടുന്ന സമയത്ത് വീണ്ടും നമ്മൾ അയാളുടെ കയ്യിലേക്ക് ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ട് മഹേഷ് ചന്ദ് എന്ന് കാണിക്കുകയാണെങ്കിൽ മഹേഷ് ചന്ദിന് 200 rupees കൊടുക്കാനുള്ള പോലെ വരും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ദെൻ അടുത്തത്, എ ചെക്ക് ഓഫ് ₹100 received from Manmohan was dishonored and had been posted to the credit of sales return book. സെയിൽസ് റിട്ടേൺ ബുക്കിന്റെ ക്രെഡിറ്റിലേക്ക് പാസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഏതാണ്? നമുക്ക് എത്രയാണ് റിസീവ്? ചെക്ക് എത്ര റിസീവ് ചെയ്തിട്ടുണ്ട്? 100 rupeesന്റെ ചെക്ക് റിസീവ് ചെയ്തു ഫ്രം മൻമോഹന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? 100 rupeesന്റെ ചെക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? റിസീവ് ചെയ്തിട്ടുണ്ട്. അത് എന്ത് ചെയ്തു? ഡിസോണർഡ് ആയി. അപ്പൊ ചെക്ക് റിസീവ് ചെയ്യുന്ന എൻട്രി ഓൾറെഡി പെയ്ഡ് ചെയ്തിട്ടുണ്ടാവും. ചെക്ക് ഡിസോണർ ആവുന്ന സമയത്ത് ആ എൻട്രി റിസീവ് ചെയ്ത എൻട്രി റിവേഴ്സ് ചെയ്താന്ന് വെച്ചാൽ മൻമോഹൻ ടു ബാങ്ക് എന്ന് പറഞ്ഞ എൻട്രി ഇട്ടാൽ മതി. മൻമോഹൻ ടു ബാങ്ക് എന്ന് പറഞ്ഞ എൻട്രി ഇട്ടാൽ മതി. പക്ഷെ അത് എന്ത് ചെയ്തു? ഡെബിറ്റ് ആൻഡ് ടു ദ ഡെബിറ്റ് ഓഫ് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിലേക്ക് കാണിച്ചു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇവിടെ മൻമോഹനില്ലേ, മൻമോഹന് പകരം എന്ത് ചെയ്തു? സെയിൽസ് റിട്ടേൺ, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, ഒന്ന് നോക്കണേ. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. അപ്പൊ ഇനി ഇതിന്റെ റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെ മേഡ് ചെയ്യും? ആക്ച്വലി അവർ എന്ത് എൻട്രിയാണ് മേഡ് ചെയ്യേണ്ടത്? മൻമോഹൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് പറയുന്ന എൻട്രിയാണ്. അപ്പൊ രണ്ടിലും ബാങ്ക് വന്നിട്ടുണ്ട്. ബാങ്കിന് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. മൻമോഹൻ എന്തായാലും എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. മൻമോഹൻ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് റിട്ടേൺ എന്ത് ചെയ്യാൻ പാടില്ല? ഡെബിറ്റ് ചെയ്യാൻ പാടില്ല. ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിനെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സെയിൽസ് റിട്ടേൺ 100 ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഏത് ജേണലാണ് ഇതേപോലത്തെ റെക്ടിഫിക്കേഷൻ നിങ്ങൾ ഏതെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്താണ്? ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ചെയ്ത് പോവാം. മനസ്സിലാവുണ്ടോ? ഇവിടെയൊക്കെ 2 അക്കൗണ്ടുകൾ വരുന്നുണ്ട്. ഇനി 2 അക്കൗണ്ടുകൾ വരാത്ത കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇനി ആ സസ്പെൻസ് അക്കൗണ്ട് വരുന്ന ഒരു 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. ഈ 4th ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യപ്പോഴാണ് ആഫ്റ്റർ ട്രയൽ ബാലൻസ് ബട്ട് ബിഫോർ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞുകൊടുത്താണ്. എന്താണ് ആഫ്റ്റർ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളോട് പറഞ്ഞു, ട്രയൽ ബാലൻസിലെ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യും? സസ്പെൻസ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? മാറ്റി വെക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് പിന്നെ ഓരോ എറർ റെക്ടിഫൈ ചെയ്യണം, ഓരോന്നും അതിലേക്ക് മാറ്റി എന്ത് ചെയ്യും? ആ സസ്പെൻസ് അക്കൗണ്ട് നില്ലായി വരും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് സസ്പെൻസ് അക്കൗണ്ട് വരുന്ന ഇതാണ് 4th ഇല്ലുസ്ട്രേഷൻ അല്ലേ? ഈ 4th ഇല്ലുസ്ട്രേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? സസ്പെൻസ് അക്കൗണ്ട് വരുന്ന ഒരു ജേണൽ എൻട്രി നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം? നോക്കാം. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുക. നമുക്ക് ഫസ്റ്റ് തന്നെ ഓക്കെ, ഇതന്നെ നമുക്ക് നോക്കാം. സെയിൽസ് ബുക്ക് ഹാസ് ബീൻ ടോട്ടൽഡ് 100 ഷോർട്ട്. സെയിൽസ് ബുക്ക് എന്താണ്? ടോട്ടൽ ചെയ്തത് 100 ഷോർട്ട് ആണെന്നാണ് പറയുന്നത്. അപ്പൊ സെയിൽസ് ബുക്ക് ഷോർട്ട് ആണ്. സെയിൽസിന് ഓൾറെഡി എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പൊ ഈ ക്രെഡിറ്റ് ബാലൻസ് നമ്മൾ എന്ത് ചെയ്തു? ഇത് ഓൾറെഡി ഷോർട്ട് ആണ്, കുറഞ്ഞു കിടക്കണം. അപ്പൊ ക്രെഡിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പൊ കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യണം നമുക്ക് മനസ്സിലായി. അപ്പൊ എന്തിനെ ഡെബിറ്റ് ചെയ്യും? ഡെബിറ്റ് ചെയ്യാൻ ഇവിടെ ഒരു സംഗതി ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ എത്രയാണ്? 100. അതായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? റെക്ടിഫിക്കേഷൻ എൻട്രി ആയിട്ട് വരുന്നുണ്ടാവുക. ദെൻ ഗുഡ്സ് വെടുത്ത് 150 റിട്ടേൺ ബൈ നോട്ട് ബീൻ റെക്കോർഡഡ് എനിവർ എൽസ്. ഇവിടെ എന്താണ്? നോർമലി റിട്ടേണിന്റെ കാര്യമാണ് പറയുന്നത്, സെയിൽസ് റിട്ടേണിന്റെ കാര്യമാണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്താൽ മതി? നോർമൽ ആയിട്ടുള്ള റിട്ടേൺ ഇൻവേർഡിന്റെ എൻട്രി നമ്മൾ പാസ് ചെയ്താൽ മതി. ദെൻ അനദർ വൺ, സി ഗുഡ്സ് പർച്ചേസ്ഡ് 150 ഹാവ് ബീൻ പോസ്റ്റഡ് ഇൻ ദ ക്രെഡിറ്റ് ഓഫ് സപ്ലയർ ഗുപ്ത.
ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു 250 റുപ്പീസിന്റെ. പോസ്റ്റഡ് ടു ദ ഡെബിറ്റ് ഓഫ് സപ്ലയർ ഗുപ്തന്റെ സപ്ലയർ ഗുപ്തന്റെ അക്കൗണ്ടിലേക്ക്. നോർമലി അയാളുടെ അക്കൗണ്ടിലേക്ക് എന്താണ് ചെയ്യേണ്ടത്? ഗുഡ്സ് പർച്ചേസ് ചെയ്യാണ്. പർച്ചേസ് ചെയ്യുമ്പോൾ അയാളുടെ അക്കൗണ്ടിൽ എന്താണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. പക്ഷെ അവിടെ കൊണ്ടുപോയിട്ട് എഴുതി ഡെബിറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് എഴുതി. ഒരു അക്കൗണ്ടിനെ മാത്രമാണ് എഫക്ട് ചെയ്യണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡെബിറ്റിനെ നമ്മൾ ഡെബിറ്റിൽ എത്ര എഴുതി? 250 എഴുതി. അപ്പൊ നമ്മൾ ഇത് ഡെബിറ്റ് ആണ് വിചാരിച്ചുള്ളൂ, ഡെബിറ്റും ഇത് ക്രെഡിറ്റും ആണ് വിചാരിച്ചുള്ളൂ, ഇത് ക്രെഡിറ്റ് സൈഡും. ഇവിടെ നമുക്ക് ആക്ച്വലി 250 എവിടെ വരണമായിരുന്നു? ക്രെഡിറ്റ് സൈഡിൽ വരണമായിരുന്നു. അതിന് പകരം എവിടെ കൊണ്ട് എഴുതി? ഡെബിറ്റിൽ എഴുതി. ഇനി നമ്മൾ ക്രെഡിറ്റിൽ 250 എഴുതിയിട്ടുണ്ടെങ്കിൽ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയി. എന്ത് ചെയ്തു? അവിടെ നള്ളിഫൈ ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടാവും. പകരം നമ്മൾ എന്ത് ചെയ്യണം? ഒരു 250 കൂടി എഴുതണം. എങ്കിൽ ഇവിടെ എന്തുണ്ടാവുള്ളൂ? ക്രെഡിറ്റിൽ 250 വരുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ 250 നമ്മൾ ഡെബിറ്റ് ചെയ്ത എമൗണ്ടിനെ റിവൈസിന് വേണ്ടിയിട്ടും നെക്സ്റ്റ് 250 നമ്മൾ ആ എൻട്രി വരുത്താൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എന്തായിരിക്കും? അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്താണ് ചെയ്യേണ്ടത്, എന്ത് ക്രെഡിറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇല്ലേ? ഗുപ്ത ആൻഡ് കോനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എന്തിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും? ഒന്ന് ഡെബിറ്റ് ചെയ്യാനില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുപ്ത ആൻഡ് കോ. എത്രയാണ്? 300 അല്ല, 500. 250 അല്ലായിരുന്നോ? 500 വരും. എന്തുകൊണ്ടാണ് 500 വന്നത്? ഒരു പ്രാവശ്യം നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഡെബിറ്റ് ചെയ്ത എമൗണ്ടിന്റെ റിവേഴ്സൽ മാത്രമേ ആവുകയുള്ളൂ. പകരം ഒരു 250 കൂടി ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ നേരത്തെ ചെയ്തതിന്റെ റിവൈസൽ പ്ലസ് നമുക്ക് ആ ഒരു 250യുടെ എന്താണ് എഴുതലും കൂടി 250 കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എന്താ പറഞ്ഞത്? ഫർണിച്ചർ പർച്ചേസ്ഡ് ഫ്രം ഗുലാബ് ആൻഡ് ബ്രോസ്. ഗുലാബ് ആൻഡ് ബ്രോസിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് നടത്തിയിട്ടുണ്ട്. അതെന്താക്കി? ഫർണിച്ചർ പർച്ചേസ് നടത്തിയിട്ടുണ്ട്. പർച്ചേസ് ഡേ ബുക്കിൽ എഴുതി. നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യമാണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫ്രം റെഡ് ആൻഡ് ബ്ലാക്ക് ₹15 had not been entered in the discount column of the cash book. ക്യാഷ് ബുക്കിന്റെ ഡിസ്കൗണ്ട് കോളത്തിൽ എന്ത് ചെയ്തിട്ടില്ല? ഇതുവരെ എഴുതിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ആ നോർമൽ ഡിസ്കൗണ്ട് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? എൻട്രി വരുത്തിയാൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. അപ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് നമ്മൾ എന്തായിരിക്കും എൻട്രി ഉണ്ടാവുക? റെഡ് ആൻഡ് ബ്ലാക്ക് അക്കൗണ്ട് അറ്റർ ടു ഡിസ്കൗണ്ട് അക്കൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. റെഡ് ആൻഡ് ബ്ലാക്ക് അക്കൗണ്ട് അറ്റർ ടു ഡിസ്കൗണ്ട് അക്കൗണ്ട് ആയിരിക്കും എന്തുണ്ടാവുക? നമ്മൾ ജേണൽ എൻട്രി വരുത്തുണ്ടാവുക. ജേണൽ എൻട്രി എഴുതുന്നുണ്ടാവുക. നോർമൽ ആയിട്ടുള്ള എൻട്രി ആണ്. റെക്ടിഫിക്കേഷൻ എന്ന് പറയാനൊക്കെ രീതിയിലൊന്നുമില്ല, ഒമിഷൻ ആണ് സംഭവിച്ചിട്ടുള്ളത്. ദെൻ അടുത്തത് വണ് ഡിസ്കൗണ്ട് അലൗഡ് ടു ജി മോഹൻ ആൻഡ് കോ ₹18 had not been entered in the discount column of the cash book. The account of G Mohan and Co ഹാസ് അവർ കറക്റ്റ്ലി പോസ്റ്റഡ്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ. ഇവിടെ നമ്മൾ 15 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റെക്കോർഡ് എഴുതിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അസംഷൻ എന്താ വെച്ചാൽ റെഡ് ആൻഡ് ബ്ലാക്കിന്റെ അക്കൗണ്ടിൽ അത് എന്ത് ചെയ്തിട്ടില്ല? അത് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുള്ള അസംഷൻ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ നിങ്ങൾ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാണ്. ഇവിടെ അതിനെപ്പറ്റി ഒന്നും പറയണില്ല. അപ്പൊ നമ്മൾ എന്ത് അസംഷൻ വരുത്തണം? റെഡ് ആൻഡ് ബ്ലാക്കിന്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടില്ല? നിങ്ങൾക്ക് തിരിച്ചു അസ്യൂം ചെയ്യുകയൊക്കെ ചെയ്യട്ടോ, അതൊന്നും പ്രശ്നമല്ല. ഇവിടെ എന്താണ്? റെഡ് ആൻഡ് ബ്ലാക്കിന്റെ അക്കൗണ്ടിൽ ₹15 ഡിസ്കൗണ്ട് നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ജേണൽ എൻട്രി പറഞ്ഞത്? റെഡ് ആൻഡ് ബ്ലാക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ജേണൽ എൻട്രി പറഞ്ഞത്. ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ ₹18 ഉണ്ടായിരുന്നു, ഡിസ്കൗണ്ട് അലോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്കൗണ്ട് അലോഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതെന്ത് ചെയ്തു? ₹18 അത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ക്യാഷ് ബുക്കിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടില്ല. ക്യാഷ് ബുക്ക് മീൻസ് ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ എൻ്റർ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലുള്ളത് ഏത് ഡിസ്കൗണ്ട് ആണ്? നിങ്ങൾ ഓർത്ത് നോക്കിയേ. ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ഡിസ്കൗണ്ട് കോളം ഏത് ഡിസ്കൗണ്ട് ആണ്? ഡിസ്കൗണ്ട് അലൗഡ് ആണോ? ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണോ? അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം? ഡെബിറ്റ് സൈഡിൽ എന്താണ്? റെസിപ്റ്റ് ആണ് ഉണ്ടാവുക. റെസിപ്റ്റ് നടത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഏതാണ്? ഡിസ്കൗണ്ട് അലൗഡും. പേയ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് റിസീവ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് റിസീവ്ഡും ഡെബിറ്റ് സൈഡിൽ എന്താണ്? ഡിസ്കൗണ്ട് അലോഡ്. ആ ഡിസ്കൗണ്ട് കോളത്തിൽ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ എഴുതിയിട്ടില്ല എന്നാ പറഞ്ഞത്. പക്ഷേ ഇതെന്ത് ചെയ്തിട്ടുണ്ട്? മോഹൻ ആൻഡ് കോന്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്ത് കറക്റ്റ് ആയിട്ട് പോസ്റ്റ്. അപ്പൊ മോഹൻ ആൻഡ് കോന്റെ അക്കൗണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ക്രെഡിറ്റ് ചെയ്യാൻ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എവിടേക്ക് മാറ്റും? സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റും. അപ്പൊ ഒരു അക്കൗണ്ട് മാത്രമേ എഫക്ട് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റേ എഫക്ട് എവിടേക്ക് മാറ്റും? സസ്പെൻസ് അക്കൗണ്ടിലേക്കും. രണ്ട് അക്കൗണ്ടിലേക്ക് എഫക്ട് വരുന്നുണ്ടെങ്കിൽ ആ രണ്ട് അക്കൗണ്ടും ഡെബിറ്റും ക്രെഡിറ്റും ആക്കിയിട്ട് നമ്മൾ എഴുതും. ഓക്കെ ആണല്ലോ. ഇവിടെ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെയും സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടും വരുന്നുണ്ട്. അപ്പൊ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ എന്ന് പറഞ്ഞാൽ ഈ സസ്പെൻസ് അക്കൗണ്ട് വരുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പാരഗ്രാഫ് വൈസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റത്തെ സസ്പെൻസ് അക്കൗണ്ട് എന്തായിരുന്നു? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു
എന്താണ് സെയിൽസ് അല്ലായിരുന്നോ? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ആയിരുന്നു. അപ്പൊ സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണമായിരുന്നു. അപ്പൊ ഇവിടെ എന്താണ് സെയിൽസ് അക്കൗണ്ടിൽ ബൈ റോങ് ടോട്ടലിംഗ് ഓഫ് സെയിൽസ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കും. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഈ രണ്ട് രീതിയിലും കൂടി അവർ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റിൽ പറയുന്നുണ്ട്. രണ്ട് രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, സസ്പെൻസ് അക്കൗണ്ടും കൂടെ അതിന്റെ കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, ഈ സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് ഓൾറെഡി എന്ത് ബാലൻസ് പറഞ്ഞിട്ടുണ്ടാവും? ഇല്ല, ഇതിൽ എന്ത് ചെയ്തിട്ടില്ല, നമ്മളോട് സ്പെസിഫിക്കലി അതിന്റെ ഇതില്ല. ട്രയൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാം, നമ്മൾ ഇത്രയും ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തു, 100, 500, 18. ഈ ബാലൻസിങ് ഫിഗർ എന്തായിരിക്കും? ട്രയൽ ബാലൻസിലുള്ള ഡിഫറൻസ് ആയിരിക്കും എന്നുള്ള അസംഷൻ നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞത് ട്രയൽ ബാലൻസിലെ ഡിഫറൻസ് ഓൾറെഡി എവിടേക്ക് മാറ്റും? സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റും. എന്നിട്ടാണ് നമ്മൾ ജേണൽ എൻട്രീസ് മേഡ്. ഇവിടെ നമ്മൾ ഇത് ഫോർ നമ്മൾക്ക് ഈ കാര്യങ്ങൾ അറിയും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരിക്കലും സസ്പെൻസ് അക്കൗണ്ടിനെ ബാലൻസ് ചെയ്തിടരുത്. എന്ത് ചെയ്യണം? ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഇൻ കേസ് ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ് ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ് ഓൾറെഡി നിങ്ങൾക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? സസ്പെൻസ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസിനെ നിങ്ങൾ എവിടേക്ക് മാറ്റണം? നിങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. വളരെ വെരി ഇമ്പോർട്ടന്റ് ആണ്. സസ്പെൻസ് അക്കൗണ്ടിന് ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടും സസ്പെൻസ് അക്കൗണ്ടിലെ ബാലൻസിംഗ് ഫിഗർ കിടക്കുന്നുണ്ടെങ്കിൽ അത് എവിടേക്ക് മാറ്റണം? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് ജേണൽ എൻട്രിയും സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം അത് ചെയ്യാൻ ശ്രമിക്കുക, ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കറക്ഷൻ ഇൻ ദ നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ കറക്ഷൻ വരുത്താണെന്ന് വിചാരിച്ചോളൂ. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ കറക്ഷൻ വരുത്താണെന്നുണ്ടെങ്കിൽ എന്താണ് മാറ്റം എന്നുള്ളത് നിങ്ങൾ നോക്കണം. എന്താണ് മാറ്റം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക, എന്നിട്ട് ജേണൽ എൻട്രി എന്താണ് നമ്മൾ കണ്ടെത്താം. ജേണൽ എൻട്രി എന്താണെന്ന് കണ്ടെത്താം. ഓക്കെ, ഈ ജേണൽ എൻട്രി എന്താണ് നമ്മൾ ഫൈൻഡ് ചെയ്തതിന് ശേഷം, ജേണൽ എൻട്രി നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതുവരെ ചെയ്ത അതേ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നു. ആ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ജേണൽ എൻട്രി നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടെത്തുന്നു. ഈ ജേണൽ എൻട്രി കണ്ടെത്തിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് എന്നാണ് ഒരു ജേണൽ എൻട്രി. ഒരു റെക്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നതാണ്? റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് ആണ്. അടുത്ത ജേണൽ എൻട്രി എന്താന്ന് വെച്ചാൽ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു എന്ത് വേണം? സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. ഇനി അടുത്തൊരു ജേണൽ എൻട്രി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു മനു. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു മനു, ഇങ്ങനെയാണ് വിചാരിക്കാം. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്തു? ഈ ജേണൽ എൻട്രി നമ്മൾ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള റെക്ടിഫിക്കേഷൻ എൻട്രിയാണ് നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലാക്കിയത്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിലുള്ള നോമിനൽ ഐറ്റംസ്, നോമിനൽ അക്കൗണ്ടുകൾ ഏതാണ്? ഇതിൽ ഏതെങ്കിലും ജേണലില് നോമിനൽ അക്കൗണ്ട് വന്നിട്ടുണ്ടോ? എന്താണ് നോമിനൽ അക്കൗണ്ടിൽ എന്തൊക്കെയാ വരുന്നുണ്ടാവുക? ഇൻകംസ്, എക്സ്പെൻസസ്, അതുപോലെ തന്നെ എന്താണ് പ്രോഫിറ്റ്, ലോസ്. ഈ 4 കാര്യങ്ങൾ ഏതിലെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിന്റെ പേര് പിന്നെ നിങ്ങൾ ആ അക്കൗണ്ട് വരുന്നുണ്ടെങ്കിൽ ആ പേര് നിങ്ങൾ എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. ഇതിന്റെ ലോജിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ അവിടെ എന്താണ്? റെന്റ് എന്താണ്? ഒരു ഇൻകോ അല്ലെങ്കിൽ എക്സ്പെൻസോ ആണ്. അപ്പോൾ എന്ത് വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഇവിടെ എന്താണ്? ഇതെന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് ഐറ്റംസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഐറ്റംസ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് മാറ്റും. ഇനി ഇവിടെ സെയിൽസ് എന്താണ്? ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് മാറ്റും. മനു ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. അപ്പൊ ഈ ജേണൽ എൻട്രി ഇത് നമ്മൾ നെക്സ്റ്റ് ഇയറിലാണ് നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ജേണൽ എൻട്രി സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് മാത്രമേ മാറുള്ളൂ? നിങ്ങൾ ആദ്യം മുമ്പത്തെ സ്റ്റെപ്പുകളിൽ ഫൈൻഡ് ചെയ്ത അതുപോലത്തെ ജേണൽ എൻട്രീസ് നിങ്ങൾ എന്ത് ചെയ്യുക?
നിങ്ങളുടെ മനസ്സിൽ കാണാം. ഇനി അതിലൊരു നോമിനൽ അക്കൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നോമിനൽ അക്കൗണ്ടിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ചെയ്യാം. എന്തിനാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എഴുതുന്നത് എന്ന് വെച്ചാൽ അതുകൂടി ഞാൻ പറഞ്ഞുതരാം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം, കഴിഞ്ഞ വർഷം കുറച്ച് എറർ സംഭവിച്ചു. ഈ എററിന്റെ എഫക്ട് എവിടെ ഉണ്ടാവും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉണ്ടാവും. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു ഐറ്റത്തിലെ ഡിഫറൻസ് വന്നിട്ടാണ് ഒരു ഐറ്റത്തിലെ എറർ സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ആ ഐറ്റത്തെ എഴുതിയിട്ടുണ്ടാവും. അത് എന്തിനെ എഫക്ട് ചെയ്തിട്ടുണ്ടാവും? നെറ്റ് പ്രോഫിറ്റിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? എഫക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ അക്കൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലോസും ചെയ്തിട്ടുണ്ട്. ക്ലോസും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ അക്കൗണ്ടിലേക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ബാലൻസ് ഒരിക്കലും, ഇപ്പൊ നമ്മൾ റെന്റ് അക്കൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാം, റെന്റിന്റെ ഇയർ എൻഡിൽ അത് എവിടേക്ക് മാറ്റും? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും. ഓപ്പണിംഗിൽ ഒന്നുമില്ലാത്ത ന്യൂ റെന്റ് അക്കൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ അതിൽ കഴിഞ്ഞ വർഷത്തെ റെക്ടിഫിക്കേഷൻ എൻട്രി കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ റെന്റിന്റെ ബാലൻസ് പറഞ്ഞാൽ കറണ്ട് ഇയറിലുള്ള ബാലൻസ് ആവില്ല. നേരെ മറിച്ച് നിങ്ങൾ ഒരു ഒരു ക്രെഡിറ്ററുടെ പേര് മനു ആണെന്ന് വിചാരിച്ചോളൂ. മനുവിന്റെ അക്കൗണ്ട് അവരെന്തുണ്ടാവും? മനുവിന്റെ അക്കൗണ്ട് എന്താണ്? ക്രെഡിറ്റർ ആണ്. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ എന്തുണ്ടാവും? ആദ്യം ബാലൻസ് ഉണ്ടാവും. ആ കഴിഞ്ഞ വർഷം ബാലൻസ് ഉണ്ടാവും, നടത്തിയ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും? ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ഒരു റെക്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ക്ലോസിംഗ് ബാലൻസിന് അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? എഫക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? ഓപ്പണിംഗ് ബാലൻസിനെയും അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? എഫക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ റെക്ടിഫിക്കേഷൻ എൻട്രി നമ്മൾക്ക് എവിടെ കൊടുക്കാം? ഈ കറണ്ട് ഇയറിലും റെക്ടിഫിക്കേഷൻ എൻട്രി കൊടുക്കാൻ പറ്റും. എന്നാൽ ആ ഓപ്പണിംഗ് ബാലൻസിലെ ഡിഫറൻസിനെ റെക്ടിഫൈ ചെയ്യുള്ളൂ. നേരെ മറിച്ച് റെന്റില് നമ്മൾ ഒരു കഴിഞ്ഞ വർഷം വന്ന ഒരു എഫക്ട് നമ്മൾ ഈ വർഷം വരുത്തുകയാണെങ്കിൽ ആ കഴിഞ്ഞ വർഷത്തെ ട്രാൻസ്ഫർ എവിടേക്ക് മാറ്റിയിട്ടുണ്ടാവും? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. ഈ ഇയറിലെ റെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻറ്റയർലി ന്യൂ റെന്റ് അക്കൗണ്ട് ആയിരിക്കും. കറണ്ട് പീരീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ആ എമൗണ്ടുകൾ നമ്മൾ എന്ത് ചെയ്യും? മാറ്റി ഒരു പ്രോഫിറ്റ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ പെർഫോം ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെയും അതുപോലെ തന്നെ സസ്പെൻസ് അക്കൗണ്ടിന്റെയും ഒക്കെ ബാലൻസ് നമ്മൾ ലാസ്റ്റ് എന്തെങ്കിലും ബാലൻസ് കിടക്കുന്നുണ്ടെങ്കിൽ ആ ബാലൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ്. രണ്ടിന്റെയും ബാലൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓർത്തു വെക്കേണ്ടത്. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ഇതൊരിക്കലും എന്തല്ല, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള 100% എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ ആവശ്യമായ, മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള ലോജിക്സുകളും അതിനു വേണ്ട ഹിന്റുകളും തരാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ക്വസ്റ്റ്യൻസും എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. ഒരൊറ്റ പ്രാവശ്യം മാത്രം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എല്ലാം പക്കയായിട്ട് മനസ്സിലാവും എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? 1-2 തവണ വീഡിയോ കേൾക്കുക. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്ത് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഏരിയ ക്യാച്ചപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് സജസ്റ്റ് ചെയ്യണം, അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷെ നമ്മൾ വേണ്ടത്ര റീച്ച് നമ്മളുടെ ഈ ഒരു വീഡിയോക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഒന്നാമത് നമ്മൾ ഈ ഒരു പ്രൊഫഷനിലുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു വീഡിയോ കൊണ്ടുള്ള ഉപകാരം ഉണ്ടാവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എത്തിക്കുന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്